പ്രിയപ്പെട്ടവരെ, മനുഷ്യന് നമ്മുടെ കലാരൂപങ്ങൾ എങ്ങനെയാണ് സന്തോഷം പകരുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഏതൊരു കലയും ആ കലാസൃഷ്ടി നടത്തുന്ന വ്യക്തി ആനന്ദകരമായ ഒരു അനുഭവത്തിൽ എത്തിച്ചേരുമ്പോഴാണ് ആ കലയും അത് ഉണ്ടാക്കുന്ന അനുഭൂതിയും പ്രകടമാകുന്നത്. കലാകാരന്മാരുടെ കലാപ്രവർത്തികൾ, പ്രത്യേകിച്ച് ചിത്രം വരെയൊക്കെ കാണുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടുന്നു വരില്ല, ചിലർക്ക് അത് വളരെ ഇഷ്ടമാവും. എങ്ങനെയായാലും ഇത് വരയ്ക്കുന്ന വ്യക്തി, അവനെ സംബന്ധിച്ച് ഇത് വലിയൊരു ആത്മനിർവൃതിയുടെ നിമിഷങ്ങളാണ്. ചില ആളുകളുടെ ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്കത്ര ഭംഗി തോന്നുന്നില്ല എന്നൊക്കെ പറയുമെങ്കിലും ലോകത്ത് മനുഷ്യർ വ്യത്യസ്തരായി ഇരിക്കുന്നത് പോലെയാണ് കലാസൃഷ്ടികളും വ്യത്യസ്തമായിരിക്കും. അബു എബ്രഹാം, ഒ.വി. വിജയൻ ഇവരുടെ കാർട്ടൂണുകളൊക്കെ പലപ്പോഴും സാധാരണക്കാർക്ക് അത്ര രസകരമായും സുഖകരമായും തോന്നിയെന്ന് വരില്ല. ഈ അബു എബ്രഹാമും ഒ.വി. വിജയനുമൊക്കെ ആദ്യകാലങ്ങളിൽ വരച്ചിരുന്നത് ഇതുപോലെ ഉള്ള ചിത്രങ്ങളായിരുന്നില്ല. കുറച്ചുകൂടി വ്യക്തതയുള്ള, അല്ലെങ്കിൽ അവരുടെ റോൾ മോഡലായിരുന്നവരുടെ ചിത്രങ്ങളെ അനുകരിച്ചുമൊക്കെ തന്നെ തുടങ്ങിയവരാണ്. ലോകത്ത് ഒരു പൊതു സ്വഭാവം കൊണ്ടുവന്നത് ഡേവിഡ് ലോയുടെ ചിത്രങ്ങളാണ്. ഡേവിഡ് ലോയുടെ ചിത്രങ്ങളാണ് നമ്മുടെ മുതിർന്ന കാർട്ടൂണിസ്റ്റുകളിൽ പലരും അനുകരിച്ചിരുന്നത്. കലാന്തരത്തിൽ അവരവരുടെ തനതായ സൃഷ്ടിയിലേക്ക് അവർ നീങ്ങാൻ തുടങ്ങി. അങ്ങനെയാണ് അബു എബ്രഹാമിൻ്റെതായ ഒരു ശൈലിയുണ്ടായി, ഒ.വി. വിജയൻ്റെതായ ഒരു ശൈലിയുണ്ടായി, രംഗയുടേതായ ഒരു ശൈലിയുണ്ടായി. അങ്ങനെ ആ ശൈലി സ്വന്തമായി ഉണ്ടാകുമ്പോഴാണ് ആത്മനിർവൃതി അവനുണ്ടാകും. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു സവിശേഷമായ ഒരു ഇത് വന്നത്, പെൻസിലിൻ്റെ മുനയിൽ അക്ഷരങ്ങളും ചിത്രങ്ങളും കൊത്തുന്ന കൗതുകകരമായ ഒരു ചിത്രരചന. അപ്പോൾ ഇതൊക്കെ നൂതനമായ പരീക്ഷണങ്ങൾ. അത് ചെയ്യുന്നവർ ചിലർ പറയുമോ ഇതെന്താ പെൻസിലിൻ്റെ കാതൽ കൊണ്ട് അതിൽ പടം വരച്ചത് പോലെ ഗെയിമാണോ എന്ന് ചോദിക്കും. പക്ഷെ അത് ചെയ്യുന്നവരുടെ സന്തോഷവും ആനന്ദവും ഒന്ന് വേറെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ കലാപ്രവൃത്തികൾ, നിങ്ങൾ എന്തും ആയിക്കോട്ടെ, മറ്റാരെ കാണിച്ചില്ലയോ എന്നുള്ളതല്ല, അത് ചെയ്യുമ്പോഴാണ് ആത്മനിർവൃതി ഉണ്ടാകുന്നത്, ആനന്ദമുണ്ടാകുന്നത്. അത്തരത്തിൽ അവനവനിലുള്ള കഴിവുകൾ പരിപോഷിപ്പിച്ചെടുക്കുക. ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കും ഗിന്നസ് ബുക്കിൽ വരെ എത്താൻ കഴിഞ്ഞെന്ന് വരും. ഞാൻ കാർട്ടൂണിൽ നിന്നും പത്രപ്രവർത്തനത്തിൽ നിന്നും മാറി മൈൻഡ് പവർ ട്രെയിനിങ് മേഖലയിലേക്ക് കടന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ട്രെയിനിങ് ക്യാമ്പുകളിൽ ഞാൻ ഒരിക്കലും ഒരു പരീക്ഷണം നടത്തി. ചിത്രം വരയ്ക്കാൻ അറിയാമോ ഇല്ലയോ എന്നുള്ളതൊന്നും ഞാൻ പ്രശ്നമാക്കിയില്ല. ഇവർക്കെല്ലാം വലിയ ഷീറ്റിൽ, വൈറ്റ് പേപ്പറിൽ ഒട്ടേറെ ചായങ്ങളും ബ്രഷ്, പെൻസില്, പേന, ഇതെല്ലാം സാധനവും കൊടുത്ത് ഒരു 10-20 പേരെ സെലക്ട് ചെയ്യല്ല, ആ ക്യാമ്പിലുണ്ടായിരുന്നു 20 പേരെ. അവരോട് പറഞ്ഞു നമുക്കിനി അടുത്ത് ചിത്രം വരയ്ക്കാം. അപ്പോൾ പലരും പറഞ്ഞു ഞങ്ങൾക്ക് ചിത്രം വരയ്ക്കാൻ അറിയില്ല, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷേ ആയിക്കോട്ടെ, നിങ്ങൾ ഇതുവരെ വരച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ചെയ്യാം. അപ്പോൾ ഒരു ബിഷപ്പ് എന്നെ കൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം നടത്തി. അപ്പോൾ ബിഷപ്പ് പറഞ്ഞു എനിക്കും പടം വരയ്ക്കാൻ അറിയില്ല. ഞാൻ പറഞ്ഞു സാരമില്ല. ബിഷപ്പ് ബ്രഷ് എടുത്ത് ചായം കലക്കി എന്തെങ്കിലും ഒന്ന് കുത്തി വരച്ചു. അപ്പോൾ അദ്ദേഹം വളരെ ധൈര്യപൂർവ്വം വന്ന് ബ്രഷ് ചായത്തിൽ മുക്കി ഒരു കുരിശും ഒരു പള്ളിയുടെ രൂപം പോലെ എന്തൊക്കെയോ കുറിച്ച് വരച്ചു വെച്ചു. അപ്പോൾ ഓരോരുത്തരായി ബ്രഷ് കൊണ്ടുവന്നു. അവരവരുടേതായ രീതിയിൽ വലിയ ഷീറ്റാണ്, അപ്പോൾ അതിൽ ചായങ്ങളും പൂച്ചാനൊക്കെ തുടങ്ങി. ഇത് കുറേ ഒരു 1.5 മണിക്കൂർ നേരം അങ്ങോട്ട് ഓട്ടവും ചാട്ടവും, അതിനിടയ്ക്ക് ഒരു ചെറിയ മ്യൂസിക്കും ഇട്ട് കൊടുത്തു. പലരും ഇതിൻ്റെ മീതെ ഭംഗി കൂട്ടി വരുത്തുക, അഡീഷണലായിട്ട് വേറെ കളർ ചേർക്കുക, ഇഷ്ടമുള്ളത് ചെയ്തു കളയാൻ പറഞ്ഞു. ആരോടും തർക്കങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒന്നും പോയില്ല. അങ്ങനെ ഒരു 1.25 മണിക്കൂർ കഴിഞ്ഞു. ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അപ്പോൾ 4 ഭാഗമായിട്ട് തിരിച്ചാണ്. അപ്പോൾ 4 ഷീറ്റ് ഉണ്ടായി. ഈ 4 ഷീറ്റ് കണ്ടാൽ ഒരു കൗതുകം തോന്നും. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഈ 4 ഷീറ്റ് ഇത്രയും വലുപ്പത്തിൽ ഇരുന്നാൽ അതിന് വലിയ ഭംഗി ഉണ്ടാകുകയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ക്രിസ്മസ് കാലത്തായിരുന്നു ഇത്. ഞാനത് ഒരു പ്രസ്സിൽ കൊടുത്ത് കട്ട് ചെയ്യിപ്പിച്ച്, ക്രിസ്മസ് കാർഡിൻ്റെ വലുപ്പത്തിലേക്ക് കട്ട് ചെയ്യിപ്പിച്ച് കവറുണ്ടാക്കി. അതിൽ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ എന്നുള്ള ഒരു സന്ദേശവും കൊടുത്ത് പലരും ഇത് കണ്ടിട്ട് വളരെ അത്ഭുതപ്പെടുകയുണ്ടായി. കാരണം നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു തലത്തിലേക്ക് ആ രചന പോവുകയുണ്ടായി. അപ്പോൾ എന്നെ അതിൽ ആനന്ദിപ്പിച്ചത് ഈ 1.25 മണിക്കൂർ നേരം
അവർ തലവേദന എടുക്കുന്നു, തൊട്ട് മുമ്പ് തലവേദന എടുക്കുമെന്ന് പറഞ്ഞവരുണ്ടായിരുന്നു, നടുവേദന എടുക്കുമെന്ന് പറഞ്ഞവരുണ്ടായിരുന്നു, കാലുവേദനക്കാരെന്ന് പറഞ്ഞവരുണ്ടായിരുന്നു. പല പ്രായക്കാരും പല ഇതുമായിട്ടുള്ള ആളുകളാണ്. അവർക്ക് ഒരു പ്രയാസവും പ്രശ്നവും ഇല്ലാതെ അവർ വളരെ എൻജോയ് ചെയ്ത് ആ പണി പൂർത്തിയാക്കി എന്നുള്ളതാണ്. അപ്പോൾ അവരിൽ എല്ലാവരിലും തന്നെ ഒരു ചിത്രകാരൻ അല്ലെങ്കിൽ ചിത്രകാരി ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള ഒരു സത്യം കൂടിയാണ് വെളിവായ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയിൽ നിന്ന് അങ്ങനെയാണ് ഈ കൂട്ടായ ഒരു ചുമരിലെല്ലാം വലിയ തുണി വലിച്ചു കെട്ടിയിട്ട് സിഗ്നേച്ചർ ഇടുക അല്ലെങ്കിൽ കാർട്ടൂൺ വരച്ചു തുടങ്ങുക എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ആശയം തന്നെയാണ് വേറെ രീതിയിൽ നമ്മൾ അവതരിപ്പിച്ചത്. അപ്പോൾ അവിടെയെല്ലാം നമുക്ക് കിട്ടുന്നത് ഒരു ആനന്ദാനുഭൂതി ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ആ പരീക്ഷണത്തിൽ വിജയിക്കുകയും ചെയ്തു.